ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പണ്ട് കണിക്കൂട് വെച്ചൊരു ഈച്ച കോളനിയാണ്, ചെറുതേനീച്ച കോളനി. ഒരു PVC പൈപ്പിൽ 2 ചിരട്ട വെച്ചുണ്ടാക്കിയ കൂട് ഒരു ഏകദേശം 10 മാസം മുമ്പ് ചെയ്തതാണ്. കണ്ടില്ലേ, ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട്. അതിൽ ഈച്ചനെ തേനൊന്ന് എടുക്കാമെന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഈച്ചനെ ഒരു കുപ്പിക്ക് ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ കൂട്. 4 ഇഞ്ചിൻ്റെ ഒരു കഷ്ണം PVC പൈപ്പിക്ക് 2 റബ്ബറിൻ്റെ ചിരട്ട വെച്ച് കണിക്കൂട് വെച്ചതാണ്. പിന്നൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇന്നാണ് തുറന്ന് നോക്കുന്നത്. ഈച്ച സെറ്റായിട്ടുണ്ടായിരുന്നു. ഇന്ന് തുറന്ന് നോക്കുമ്പോൾ അത്യാവശ്യം തേനൊക്കെ ഉണ്ട്. റാണിമുട്ടൊന്നും കാണുന്നില്ല, മുട്ടകളുണ്ട്. PVCൻ്റെ 2 ഒറ്റ പീസായതുകൊണ്ട് അങ്ങനെ റൗണ്ട് ആയതുകൊണ്ട് എടുക്കാൻ കുറച്ച് റിസ്ക്കാണ്, നടുക്ക് കീറാത്തതുകൊണ്ട്. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഇങ്ങനത്തെ റൗണ്ട് കത്തി ഉണ്ടാകുമ്പോൾ അങ്ങനെ മുട്ടയൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റും. കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ അടുത്തൊക്കെ കത്തിയുമ്പോൾ തന്നെ വല്ല സൈസാക്കി പോരും. അത്യാവശ്യം ഒരു 300 മില്ലിയൊക്കെ തേൻ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. ഫസ്റ്റ് എടുക്കലാണ്. പിന്നെ കുറേ 10 മാസം കൂട് വെച്ചിട്ടാണെങ്കിൽ ഒരു 2-3 മാസമായിട്ടുള്ളൂ ഈ കൂട്ടിക്ക് സെറ്റായിട്ട്. ഇതിൻ്റെ വയറും കൂടി ഞാൻ എടുത്തിട്ടില്ല, അതാണ് കാണുന്നത്. നമ്മളെ വാട്ടർ ലെവലിൻ്റെ പൈപ്പും കൂടി അതുപോലെ തന്നെ വെച്ചായിരുന്നു. അവരത് ഒഴിവാക്കിയിട്ട് ഈ കൂട്ടിൽ തന്നെ സെറ്റായി. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മൾ വെച്ച കൂട് ഇത് വെറുതെ ഒരു പരീക്ഷണം എന്നുള്ള ആൾക്ക് വെച്ച് നോക്കിയതാണ്. അപ്പോൾ എന്താണ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏത് കൂട്ടിലും അവർ സെറ്റാക്കും. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ തേക്കിൻ്റെ കൂടോ മരത്തിൻ്റെതോ 4 ഇഞ്ചോ 5 ഇഞ്ച് കനായിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ശക്തിയുള്ള കോളനിയിൽ ഉള്ളൊരു ഈച്ചയാണ്. വെറുതെ അല്ല, ഈച്ചൻ്റെ സ്ട്രോങ് കണ്ടപ്പോൾ വെച്ചു കൊടുത്തതാണ്. അപ്പോൾ അവർ എന്തായാലും ഒരു സെറ്റ് ഇവിടെ സെറ്റായി. ഇനി വേറെ പോയിട്ടുണ്ടാവും, അതില്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. വേറെ സ്ഥലത്തേക്ക് പോയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ എന്തായാലും നല്ല ഈച്ചകളാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിലുള്ള തേനും കിട്ടിയിട്ടുണ്ട്. തേനിന് വേണമെങ്കിൽ 1 മാസം കൂടി കഴിഞ്ഞിട്ട് എടുത്താൽ കുറച്ചുകൂടി സ്ട്രോങ് തേന് കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലമായതുകൊണ്ട് നമുക്ക് എടുക്കൽ നിർബന്ധമായതുകൊണ്ട് എടുത്തു. ഇത് വേറൊരു കൂടാണ്. ഇത് അത്യാവശ്യം നല്ല പൂമ്പൊടിയും ഒക്കെ സെറ്റായൊരു കൂടാണ്. പൂമ്പൊടിയാണ് ഈ കാണുന്നത്. അതിൻ്റെ മേലത്തെ ടോപ്പുമ്പോൾ തന്നെ സെറ്റായിട്ടുണ്ട്. പൂമ്പൊടി നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നോമ്പായതുകൊണ്ട് നമുക്കിപ്പോൾ സാമ്പിൾ നോക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് നോമ്പ് തുറന്നിട്ട് നോക്കാം. അത്യാവശ്യം നല്ല ഒരു കൂടാണിത്. ഇത് കുറച്ച് കാലങ്ങളായിട്ടുള്ള കൂടാണ്, പുതിയ കൂടൊന്നുമല്ല. ഈച്ചയൊക്കെ ഉണ്ട്, തേനുണ്ട്. ഒരു 1/2 കിലോ വരെ തേൻ കിട്ടുന്ന കൂടാണ് എല്ലാ വർഷത്തിലും. പക്ഷെ ഇത് PVC ഒക്കെ നല്ല വൃത്തിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇതാകുമ്പം കുറേ മരത്തുമ്മലും അതിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഒട്ടിയിട്ടും തേൻ ഒലിച്ചിട്ടും അങ്ങനെ പറയാം. PVC ആകുമ്പോൾ അത് ചരിച്ചാൽ മൊത്തം തേനാണ് പോരും, വൃത്തിയായിക്കാരം. ഇത് കുറേ ഈച്ചകൾ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങും. ഈച്ചകൾ നമ്മൾ എത്ര കുപ്പിക്കാക്കിയാലും കുറച്ച് ഈച്ചകൾ കൂട്ടി തന്നെ നിൽക്കും. അത്യാവശ്യം 1/2 കിലോ അടുത്ത് തേൻ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളെ കറണ്ടിൻ്റെ അതിലേക്ക് വന്നതാണ്.